പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസപിതാവിനോട് ചേർന്ന് നമ്മുടെ കുടുംബത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ തിരുക്കുടുംബം അല്ലെങ്കിൽ തിരുക്കുടുംബത്തിൻ്റെ കുടുംബനാഥൻ എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് മാതൃകയാകുന്നത്? പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41-ാമത്തെ വചനം. യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. 42-ാമത്തെ വചനം. അവന് 12 വയസ്സുള്ളപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. അവിടെ ഒരു ലാംഗ്വേജ്, ഒരു ഭാഷാപരമായൊരു പ്രശ്നമുണ്ട്. ആണ്ടുതോറും അവർ പോയിരുന്നു, അങ്ങനെ അവർ പോയി എന്ന് എഴുതിയാൽ മതി. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു, അവന് 12 വയസ്സുള്ളപ്പോൾ പതിവനുസരിച്ച്. ആണ്ടുതോറും പതിവനുസരിച്ച് 2 പ്രാവശ്യം ഒരേ വാക്ക് ആവർത്തിക്കുന്നു. പതിവനുസരിച്ച് അവർ പോയി എന്നോ ആണ്ടുതോറും അവർ പോയി എന്നോ ഒരു വാക്ക് എഴുതിയാൽ മതി. പക്ഷെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണ്: ആണ്ടുതോറും പതിവനുസരിച്ച് പോയി. എന്താണ് അർത്ഥം? അർത്ഥം ഇതാണ്: ഈ യഹൂദരെ സംബന്ധിച്ച് തൻ്റെ കുടുംബത്തെ വിശ്വാസകാര്യത്തിൽ നയിക്കുക എന്നതാണ് കുടുംബനാഥൻ്റെ മുഖ്യമായൊരു ഉത്തരവാദിത്വം. ആണ്ടുതോറും പതിവനുസരിച്ച് എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനൊരു പതിവുണ്ട് ആ കുടുംബത്തിൽ. നമ്മുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഈ പതിവാണ്. ഒരു കാര്യം ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈ ജോസഫിനും മേരിക്കും ഒരു കാര്യം അറിയാം. മേരിക്കറിയാം. മേരിക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ പലരും പറയാറുണ്ട്, ഓ എന്തിനാ എല്ലാ വർഷവും പോകുന്നത്? അല്ലെങ്കിൽ മേരിക്ക് പറയാം, നമ്മളെന്തിനാ പോകുന്നത്? നമ്മളെന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ജെറുസലേമിൽ പോകുന്നത്? നമ്മുടെ കൂടെ ഉള്ളത് ആരാ? നമ്മുടെ കൂടെയുള്ളത് ദൈവപുത്രൻ. പ്രിയപ്പെട്ടവരെ, അവരുടെ കൂടെ, അവരുടെ കട്ടിലിൽ, അവരുടെ അടുത്ത്, അവരോടൊപ്പം യേശുവുണ്ട്. പക്ഷേ അവർ ഒരു തരത്തിലും അവരുടെ വിശ്വാസത്തെയോ ആചാരത്തെയോ കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഇതാണ് തിരുക്കുടുംബം നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം. ദൈവകാര്യത്തെ, ആചാരങ്ങളെ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അവരൊരുമിച്ച് പോയിരുന്നു, അവരൊരുമിച്ച് പതിവനുസരിച്ച് പോയി. പ്രിയപ്പെട്ടവർ, ആ പതിവ് അവർ തെറ്റിക്കുന്നില്ല, അവരാ പതിവ് കോംപ്രമൈസ് ചെയ്യുന്നില്ല. നമ്മളിന്ന് പലതും കോംപ്രമൈസ് ചെയ്യുകയാണ്. കുർബാന കോംപ്രമൈസ് ചെയ്യുന്നു, കുടുംബ പ്രാർത്ഥന കോംപ്രമൈസ് ചെയ്യുന്നു. പറ്റില്ല. നമുക്കറിയാം, ഇന്ന് ഒരുപാട് ടെക്നോളജിയൊക്കെ വളരെ അഡ്വാൻസ്ഡായി. നമ്മൾ വീട്ടിൽ എല്ലാവരുമായിട്ട് വീഡിയോ കോള് സംസാരിക്കുന്നുണ്ട്. പരസ്പരം എല്ലാവരും ഗ്രൂപ്പ് വീഡിയോ ചാറ്റൊക്കെ ഓൺ ചെയ്ത്, അമേരിക്കയിലുള്ളവർ, ന്യൂസിലൻഡിലുള്ളവർ, ദുബായിലുള്ളവർ, കേരളത്തിലുള്ളവർ എല്ലാം, നമ്മൾ മക്കൾ പല സ്ഥലത്ത് ഗ്രൂപ്പ് ചാറ്റൊക്കെ ഓൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ഇപ്പോൾ നമ്മൾ പറയും അവിടുത്തെ സമയം വ്യത്യാസമാണ്. ഈ സമയം വ്യത്യാസമാണെങ്കിലും നമ്മൾ ചാറ്റ് ചെയ്യുവാൻ സമയം കണ്ടെത്തുന്നുണ്ട്. എന്തുകൊണ്ട്? നമുക്കൊരു 5 മിനിറ്റ് നമ്മുടെ കുടുംബത്തിലെ ഒരു സിസ്റ്റമാണ് ഒരുമിച്ചുള്ള പ്രാർത്ഥന. എന്തുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് ദിവസവും ചെയ്തുകൂടാ? നമുക്ക് ടെക്നോളജി എല്ലാം അഡ്വാൻസ് ആയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത നിമിഷം നമ്മുടെ തൊട്ടടുത്ത പ്രിയപ്പെട്ടവർ, മറ്റൊരു ഭൂഖണ്ഡത്തിലിരിക്കുന്നവർ നമ്മുടെ കൺമുമ്പിലുണ്ട്. പക്ഷെ നമ്മൾ ഈ വാല്യൂ കൊടുക്കുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ കാര്യം നമ്മൾ വാല്യൂ കൊടുക്കുക, നമ്മൾ ഒഴിവാക്കാനാണ്. നമുക്ക് ഇന്ന് എല്ലാത്തിനും ഒരു എളുപ്പവഴിയാണ് അല്ലേ? പണ്ടൊക്കെ നമ്മുടെ നല്ലൊരു ഓർമ്മയുണ്ട്, ഒരു പെസഹായൊക്കെ എത്തിക്കഴിഞ്ഞാൽ വീട്ടിലെന്തോരം ഒരുക്കമാണ്, അത് മേടിക്കുവാൻ, അരി പൊടിക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ഇന്ന് നമ്മളെല്ലാം എളുപ്പവഴി ചെയ്യുകയാണ്. നമുക്ക് നഷ്ടപ്പെടുകയാണ് വർഷത്തിലൊരിക്കൽ വരുന്ന ആ പെസഹ. അതിൻ്റെയൊക്കെ പരിശുദ്ധിയോടെ അന്ന് കുടുംബത്തിൽ അപ്പനത് ഉണ്ടാക്കുന്നു, അത് എല്ലാവരും ചേർന്ന് അത്
അത് ഒരുമിച്ച് ഭക്ഷിക്കുന്നു. ഇങ്ങനെ വലിയൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇത് നമുക്ക് എളുപ്പവഴിയാണ്. ഇന്നത് മേടിക്കാൻ കിട്ടുന്നുണ്ട്. അത് മേടിച്ചാൽ എന്താ? അത് ബുക്ക് ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. അത് മേടിച്ചാൽ എന്താ? പ്രിയപ്പെട്ടവരെ, നമുക്കില്ലാതാകുന്നത് കഷ്ടം, ഇല്ലാതാകുന്നത് ഒരു കൾച്ചർ ഇല്ലാതാവുകയാണ്. ഇതാണ് ഈ തിരുക്കുടുംബമാകുന്നതിൻ്റെ പിന്നിൽ, ഒരു കുടുംബം തിരുക്കുടുംബമാകുന്നതിന് പിന്നിൽ പാരമ്പര്യമായിട്ടും വിശ്വാസപരമായിട്ടും കൈമാറി വന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു വിശുദ്ധ ഔസേപ്പിതാവ്. ഇതാണ് വിശുദ്ധ ഔസേപ്പിതാവ് പറയുന്നത്. പാരമ്പര്യമായിട്ട് ഇന്ന് നീയാണ് കുടുംബനാഥൻ. എന്നിട്ട് പലരും വലിയ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ അപ്പൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. വൈ, എന്തുകൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല? ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ അപ്പൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു, അപ്പനോടൊപ്പം ഇങ്ങനെയായിരുന്നു, അപ്പാപ്പനോടൊപ്പം ഇങ്ങനെയായിരുന്നു. ഇവിടെ ആ അപ്പാപ്പനിലൂടെ കടന്നു വന്ന ആ വിശ്വാസവും പാരമ്പര്യവും ഇന്ന് കുടുംബത്തിൽ നിനക്ക് ഒരു ഈസ്റ്റർ വരുമ്പോൾ, ഒരു ക്രിസ്മസ് വരുമ്പോൾ, ഒരു പെസഹ വരുമ്പോൾ, ഇന്ന് ആചാരങ്ങൾ അതേപടി തന്നെ വെള്ളം ചേർക്കാതെ, കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ അതിന് അതിനൊരു മൂല്യമുണ്ട്. അത് ഉയർത്തുന്ന ചില മൂല്യങ്ങളും വിശ്വാസത്യങ്ങളും ഉണ്ട്. അത് കൊണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കൊണ്ടുവരുന്ന ചില കൂട്ടായ്മകളുണ്ട്. അപ്പോൾ തിരുക്കുടുംബം അവർ കോംപ്രമൈസ് ചെയ്തില്ല. മറിയത്തിനും ഔസേപ്പിതാവിനും ഉറപ്പായിട്ടും കോംപ്രമൈസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. സാധ്യത എന്താണ്? അവരുടെ അടുത്ത് യേശുവുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. നമ്മളുടെ മക്കൾ വളർന്നു വരുമ്പോൾ നമ്മൾ ഈ ആചാരങ്ങൾ, വിശ്വാസവും പാരമ്പര്യവുമായിട്ട് കൈമാറി വന്ന കാര്യങ്ങളെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഞാൻ ഏത് വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ, ഞാൻ ഏത് വിശ്വാസ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്നുവോ, ആ പാരമ്പര്യത്തോട് ചേർന്ന് ആ പാരമ്പര്യം പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള ഒരു ജാഗ്രതയും ഒരു താല്പര്യവും നമുക്കുണ്ടാവുക. അതൊക്കെയാണ് ഒരു കുടുംബത്തെ തിരുക്കുടുംബമാക്കാനുള്ള വഴി. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ചാൽ അവരാണ്ടുതോറും പതിവനുസരിച്ച് പോയി. എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻസ് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് വീണ്ടും ആവർത്തിക്കുന്നത്. അവർ പതിവനുസരിച്ച് ആണ്ടുതോറും പതിവനുസരിച്ച് അവർ പോയി. ഈ രണ്ട് വാക്കുകൾ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാര്യം ഇതാണ് പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ചില പതിവുകളുണ്ടാകണം. നമ്മൾ ചില പാരമ്പര്യമായിട്ടും വിശ്വാസപരമായിട്ടും കൈമാറി വന്ന ചില കാര്യങ്ങളോട് നമ്മൾ വിശ്വസ്തത പുലർത്തുമ്പോഴാണ് കുടുംബത്തിൽ ദൈവാനുഗ്രഹങ്ങൾ വരുന്നത്. ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുന്ന വഴി അത് പാരമ്പര്യത്തിലൂടെയും വിശ്വാസ കാര്യങ്ങളിലൂടെയും വെളിപ്പെടുത്തി ദൈവം തരുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം എന്താണ്? യേശുവിനെ അവർ കാണുന്നില്ല. അവിടെ സിസ്റ്റം ഇങ്ങനെയാണ്: ആണുങ്ങൾ ഒരു ഭാഗത്ത്, പെണ്ണുങ്ങളുടെ ഗ്രൂപ്പുമായിട്ട് അവർ ഒരുമിച്ച് പോകുന്നു. കാരണം എല്ലാവർക്കും സിംഗിൾ റൂമൊന്നും കിട്ടില്ല. ഇപ്പോൾ രാത്രിയൊക്കെ തങ്ങുന്നത് വലിയ ഹോളിൽ, ഡോർമെട്രി പോലുള്ള സംവിധാനങ്ങളിലോ ഹോളിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ സിംഗിൾ റൂമൊന്നും കിട്ടില്ല. അപ്പോൾ സ്ത്രീകളെല്ലാം ഒരു ഭാഗത്ത്, സ്ത്രീകളെല്ലാം കൂട്ടായി, ആണുങ്ങളെല്ലാം കൂട്ടായി. ഒരു പക്ഷേ അവർ ഇങ്ങോട്ട് പോന്നപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ യേശു ഒരു ദിവസം പോയി മറിയത്തിൻ്റെ അടുത്ത് കിടക്കും. പിറ്റേ ദിവസം നേരെ ഇവിടുന്ന് കൊച്ചപ്പുറത്തേക്ക് ഓടും. നമ്മുടെ പിള്ളേർക്ക് അങ്ങനെയാണല്ലോ. ഇവിടെ എങ്ങനെയുണ്ട്, ഇനി അപ്പുറത്ത് എങ്ങനെയുണ്ട്. അങ്ങനെ യേശു പോകുന്നത് മാതാവിനും ഔസേപ്പിതാവിനും അറിയാം. അതുകൊണ്ട് അവർ ചിന്തിച്ചു, മറിയം ചിന്തിച്ചു ഔസേപ്പിതാവിൻ്റെ കൂടെ കാണും, ഔസേപ്പിതാവ് ചിന്തിച്ചു മറിയത്തിൻ്റെ കൂടെ കാണും. ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോഴാണ് അവരറിയുന്നത്, ഇല്ല, അത് മറിയത്തിൻ്റെയും ഔസേപ്പിതാവിൻ്റെയും ഒരു കുടുംബത്തിൽ വരാവുന്ന ചെറിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഒരു ശ്രദ്ധക്കുറവെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെയുള്ള ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. അത് അവൾ ചെയ്യും, അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യും എന്ന് പറഞ്ഞ് ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാറുണ്ട്. നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? നമ്മൾ ഒരിക്കലും കാണുന്നില്ല ജോസഫ് മറിയത്തെയോ മറിയം ജോസഫിനെയോ കുറ്റപ്പെടുത്തുന്നത്. ഇതാണ് ഓർക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിൽ ചില ഡിസോർഡറുകൾ ഉണ്ടാവും. ഒരു പക്ഷേ ചെയ്യാമെന്ന് ഭർത്താവ് പറഞ്ഞു, ഇന്ന് അത് ചെയ്തേക്കാം, ചെയ്തില്ല എന്ന് വരും. അല്ലെങ്കിൽ ഭാര്യയോട് പറയും, അല്ലെങ്കിൽ ഭാര്യ പറയും അത് ചെയ്യാമെന്ന് പറയും, അല്ലെങ്കിൽ അത് ചെയ്യാതെ വരും. പക്ഷേ
നമ്മൾ ഒരിക്കലും കാണുന്നില്ല അവർ കുറ്റപ്പെടുത്തുന്നത്. ഇതാണ് തിരുക്കുടുംബമാകാനുള്ള ഏറ്റവും വലിയ വഴി. പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുക, ഡിസോർഡറുകളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ചെറിയ ചില കാര്യങ്ങളിലൂടെയാണ് കേട്ടോ ഈ വലിയ തിന്മ കയറുന്നത്. ചെറിയ ചില പിണക്കങ്ങളൊക്കെ നമ്മൾ അങ്ങ് ചെറുതായിട്ട് കാണാൻ തുടങ്ങിയ അതത്രേ ഉള്ളൂ. നമ്മൾ ചെറുതിനെ വലുതാക്കരുത്. ഇത് നമുക്ക് സംഭവിക്കുന്ന കാര്യം അതാ. ചെറുതിനെ നമ്മളങ്ങ് എടുത്ത് വലുതാക്കും. ഒരു കാര്യം കണ്ടു കഴിയുമ്പം അടുത്ത സെൻറ്റൻസ്, അല്ലെങ്കിൽ നീ എപ്പോഴും ഇങ്ങനെയാണ്. പിന്നെ അവളുടെ ഇതുവരെയുള്ള കാലഘട്ടത്തെ മുഴുവനും ആ ഒരു ചെറിയ ഡിസോർഡറിൻ്റെ കീഴിൽ കൊണ്ടുവയ്ക്കും. ഭർത്താവിൻ്റെ ചെറിയൊരു മിസ്റ്റേക്കിനെ കൊണ്ടുപോയി, അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞത് മുഴുവൻ നിങ്ങളിങ്ങനെയാണ്. ഭർത്താവിൻ്റെ ചെറിയൊരു ഡിസോർഡറിനെ നമ്മൾ കൊണ്ടുപോയി പെട്ടെന്ന് ഈ വിവാഹം കഴിഞ്ഞ 24-30 വർഷത്തിൻ്റെ കീഴിൽ അത് തന്നെ വയ്ക്കും. എത്ര പെട്ടെന്നാന്ന് നോക്കിക്കേ ഒരാളുടെ നന്മയില്ലാതാകുന്നത്. എത്ര പെട്ടെന്നാന്ന് നോക്കിക്കേ അവിടെ സ്നേഹമില്ലാതാകുന്നത്. എത്ര പെട്ടെന്നാന്ന് നോക്കിക്കേ അവിടെ ഭിന്നത വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും കുറ്റപ്പെടുത്തലല്ല. ഈ കുറ്റപ്പെടുത്തൽ അതൊരിക്കലും പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ല. ഈ വിമർശനം കേൾക്കാനൊക്കെ എളുപ്പമാണ്. വിമർശകരിലൂടെയൊന്നും അല്ല കേട്ടോ സഭയും കുടുംബവും വളർന്നിട്ടുള്ളത്. തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ഒരുപാട് വിമർശകരുണ്ട്, വിമർശകരാണ്. വിമർശകരിലൂടെ ഒരു കുടുംബവും ഒരു സഭയും ഇന്നോളം വളർന്നിട്ടില്ല. അത് ത്യാഗത്തിലൂടെയാണ്. ആ കുറവ് ഏറ്റെടുക്കുന്നത് വഴിയാണ്. ആ കുറവിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് വഴിയാണ്. അല്ലാതെ വിമർശനം വഴി ഒരാൾ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നത് വഴി ഇന്നോളം ഒരു കൂട്ടായ്മയും ഒരു സഭയും ഒരു കുടുംബവും കുറ്റപ്പെടുത്തുന്നത് വഴി ആരും വളർന്നിട്ടില്ല. മറിച്ച് എൻ്റെ കുറവുകൾ എന്താ അവർ ചെയ്തത്? അവർ ചെയ്തത് എന്താണെന്നറിയാമോ? അവരാദ്യം അന്വേഷിക്കുന്നിടങ്ങളിലൊക്കെ, എന്നിട്ട് അവർ ദേവാലയത്തിലേക്ക് പോയി. അവർ ദേവാലയത്തിലേക്ക് പോവുകയും ചെയ്തത്. മറിയവും ഔസേപ്പിതാവും ദേവാലയത്തിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, കുടുംബം തിരുക്കുടുംബമാകാൻ, സഭ തിരുസഭയാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. സഭ തിരുസഭയാകുന്നതും കുടുംബം തിരുക്കുടുംബമാകുന്നതും കുറ്റപ്പെടുത്തലും വിമർശനവും വഴിയല്ല. സഭ തിരുസഭയാകുന്നതും കുടുംബം തിരുക്കുടുംബമാകുന്നതും പ്രിയപ്പെട്ടവരെ, കുറവുകൾ പ്രാർത്ഥനയുടെ വിഷയമാകണം. കുറവുകൾ ചെറുതായി കാണാൻ പഠിക്കുക. കുറവുകളെയും പോരായ്മകളെയും, എൻ്റെ അടുത്ത് നിൽക്കുന്നവരുടെ, എൻ്റെ ഒപ്പം നിൽക്കുന്നവരുടെ കുറവുകളെയും പോരായ്മകളെയും നിസ്സാരവൽക്കരിക്കാൻ പഠിക്കുക. അപ്പോഴൊക്കെ കുടുംബം തിരുക്കുടുംബമാകുന്നുണ്ട്. അപ്പോഴൊക്കെ സഭ തിരുസഭയാകുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കുക, നമ്മളുടെ കുടുംബത്തിൽ ഒരു ചെറിയ ഡിസോർഡർ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് എങ്ങനെ പ്രതികരിക്കുന്നത്? അത് മക്കളുടേതാകട്ടെ ഒക്കെ നമ്മൾ തിരുത്തണം. പക്ഷേ എല്ലാ തിരുത്തലുകളും സ്നേഹത്തിൽ നിന്ന് വരണം. പ്രിയപ്പെട്ടവർ, ഒരു ചെറിയ കുറവ് സാരമില്ല, അത് പോട്ടെ എന്ന് പറയുന്നിടത്ത് ഒരു സുവിശേഷം ഉണ്ടാകുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അത് നാളെ ചെയ്യാലോ, അത് മനസ്സിലാക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ കുറ്റപ്പെടുത്താതെ അത് അംഗീകരിച്ച്, ഒരു വലിയ കുറവാണെന്ന് തോന്നിയാലും അതിനെ അങ്ങ് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചേ. എന്ന് വെച്ചാൽ ആ തെറ്റിനോട് കോംപ്രമൈസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ആ തെറ്റിനോട് ഞാൻ കാണിക്കേണ്ട സമീപനം ദൈവികമായിരിക്കണം. ആ കുറവുകളോട് കോംപ്രമൈസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. തെറ്റിനോട് കോംപ്രമൈസ് ചെയ്യുന്നതല്ല, മറിച്ച് ആ തെറ്റിനോട് യേശു എന്താ ചെയ്തത്, ആ കുറവിനോട് ജോസഫ് എന്താ ചെയ്തത്, ആ കുറവിനോട് മേരി എന്താ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ ഏറ്റെടുക്കാൻ തയ്യാറായി, അതിനെ നിസ്സാരവൽക്കരിച്ചു എന്നതല്ല, അതിനെ ഏറ്റെടുത്ത് അതിനു വേണ്ടി പരിത്യാഗം ചെയ്തു, അതിനു വേണ്ടി താൻ ബലിയായി. അതാണ്. അപ്പോൾ അവിടെയാണ് കുടുംബം തിരുക്കുടുംബമാകുന്നത്. മൂന്നാമത്തെ കാര്യം, അവർക്കൊരു ശൂന്യത അനുഭവപ്പെട്ടു. എന്താ ശൂന്യത? ജീസസ് ഈസ് നോട്ട് വിത്ത് ദം. അവരുടെ കൂടെ യേശുവില്ല. അവർക്കതൊരു വലിയ ശൂന്യതയായി. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ കുടുംബങ്ങൾക്ക് ഇങ്ങനൊരു ശൂന്യത തോന്നുന്നുണ്ടോ? ഒരു ദിവസം കുടുംബ പ്രാർത്ഥന നടന്നില്ലെങ്കിൽ, ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ, ഒരു ദിവസം ബൈബിൾ വായിച്ചില്ലെങ്കിൽ നമുക്കൊരു എംപ്റ്റിനെസ്, എന്തൊക്കെയോ ഇന്ന് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ. നമുക്കത്രയും സന്തോഷമാണ്. നമുക്ക് യേശു ഇല്ലാത്തത് നമുക്ക്
ഒരു ശൂന്യതയായി ഉള്ളിൽ തോന്നുന്നില്ല. അവർക്ക് വലിയ അസ്വസ്ഥതയായി. അപ്പം നമ്മൾ പറയുന്നത് അവരുടെ മകനല്ലേ. അപ്പോൾ യേശു നമുക്കാരാ? യേശു നമ്മുടെ രക്ഷകൻ, നാഥൻ, കുടുംബത്തിൻ്റെ നാഥൻ എന്ന് നമ്മൾ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വീടിൻ്റെ മുമ്പിൽ. യേശു ഈ കുടുംബത്തിൻ്റെ നാഥൻ. എന്നിട്ട് ആ നാഥനോട് ചേർന്നിരിക്കാത്ത ദിവസം എനിക്കൊരു ശൂന്യതയാകുന്നില്ല എങ്കിൽ, ആ നാഥനുമായിട്ട് ബന്ധപ്പെടാൻ കിട്ടുന്ന കുർബാന മുടങ്ങുന്നത് എനിക്കൊരു ശൂന്യതയാകുന്നില്ലെങ്കിൽ, എൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ പറയുന്നത് കേൾക്കാൻ ബൈബിൾ തുറന്ന് വായിക്കാൻ പറ്റാത്തത് എനിക്കൊരു ശൂന്യതയാകുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ ബന്ധം എന്താണ്. ജോസഫിനും പരിശുദ്ധമ്മയ്ക്കും ഒരു ശൂന്യത അനുഭവപ്പെട്ടു. യേശു ഇല്ലാത്തതിൻ്റെ ശൂന്യത ഇവിടെയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാത്തത്, ഒരു ദിവസം വചനം വായിക്കാത്തത്, ഒരു ദിവസം കുർബാന സ്വീകരിക്കാത്തത്, കുമ്പസാരം കൃത്യമായിട്ട് നടത്താത്തത് എനിക്കൊരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടോ? അങ്ങനെ ശൂന്യത അനുഭവപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ വീണ്ടും പരിശോധിക്കണം. ഈ നോയമ്പ് കാലഘട്ടത്തിൽ ഈ ബന്ധത്തിലേക്ക് നമ്മൾ വരണം. നമ്മുടെ കുടുംബം ഈ ബന്ധത്തിലേക്ക് വരണം. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അവിടെ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. ഔസേപ്പിതാവിന് അവിടെ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബ പ്രാർത്ഥന മുടങ്ങുന്നത്, കുർബാനയ്ക്ക് പോകാൻ പറ്റാത്തത്, അല്ലെങ്കിൽ കുർബാന സ്വീകരിക്കാത്തത്, ബൈബിൾ വായിക്കാത്തത് എനിക്ക് ഒരു കുറവായിട്ട്, ഒരു ശൂന്യതയായിട്ട്, എന്തോ എനിക്ക് നഷ്ടപ്പെട്ടതായിട്ട്, എന്തിൻ്റെയോ കുറവ് ഞാൻ അനുഭവിക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെടണം. അപ്പോഴേ എൻ്റെ ബന്ധം ഉറപ്പുള്ളതാകൂ. അപ്പം നമ്മുടെ കുടുംബം തിരുക്കുടുംബമാകണമെങ്കിൽ ഈ ശൂന്യത നമുക്ക് ഫീൽ ചെയ്യുകയും ആ ശൂന്യത നികത്താനുള്ള വഴി നമ്മൾ കണ്ടെത്തുകയും ചെയ്യണം. അടുത്ത കാര്യം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിസന്ധി മുമ്പിൽ വരുമ്പോൾ അവർ ദേവാലയത്തിലേക്ക് പോയി. ദേവാലയ കേന്ദ്രീകൃതമാകണം നമ്മുടെ വിശ്വാസം. ദേവാലയവുമായിട്ടൊരു ബന്ധം. അവർ ദേവാലയത്തിലേക്ക് പോയി എന്ന് വചനം പറയുന്നു. അവർ യേശുവിനെ കണ്ടെത്തുന്നത് ദേവാലയത്തിലാണ്. അവർ നഷ്ടപ്പെട്ട അവരുടെ ആ ശൂന്യത അവർ നികത്തുന്നത് ദേവാലയത്തിലാണ്. എൻ്റെ ദേവാലയം എല്ലാവർക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എൻ്റെ ദേവാലയത്തിൽ ഞാൻ അവർക്ക് അഭയം നൽകും. പ്രിയപ്പെട്ടവരെ, അവർ ആ ദേവാലയത്തിലെത്തി, ദേവാലയത്തിൽ യേശുവിനെ കണ്ടെത്തി. എന്താ അർത്ഥം? ഒരു ദാമ്പത്യ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനെ പരിഹരിക്കേണ്ടത് ആ ദാമ്പത്യം ആശീർവദിച്ച ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. സഭയിലെ എല്ലാ കൂദാശകളും വിശുദ്ധ കുർബാനയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നു. അർത്ഥം എന്താ? അവിടെ ഔസേപ്പിതാവും മറിയവും യേശുവിനെ ദേവാലയത്തിൽ അന്വേഷിച്ചെത്തുന്നു. നഷ്ടപ്പെട്ടത് അവർ തിരിച്ചു പിടിക്കാൻ തുടങ്ങുന്നത് ദേവാലയത്തിലാണ്. പല സ്ഥലത്തും അവർ പോകുന്നുണ്ട് പ്രിയപ്പെട്ടവരുടെ അടുത്ത്. പക്ഷേ അവരുടെ ആ നഷ്ടം നികത്തുന്നത് ദേവാലയമാണ്. അവരുടെ ആ നഷ്ടത്തിന് പരിഹാരമാകുന്നത് ദേവാലയമാണ്. ഇത് നമ്മുടെ കുടുംബം ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്ന് ദേവാലയത്തിൽ പോവുക. നമ്മളെ ആശീർവദിക്കാൻ ദൈവം ഒരുക്കി വികാരിച്ചനോട് ചേർന്ന് നമ്മുടെ കുടുംബം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ആ കുടുംബം ഒരുമിച്ച് ആ കുർബാനയിൽ പങ്കെടുക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് തിരിച്ച് കിട്ടും. നമുക്ക് നഷ്ടപ്പെടുന്നതെല്ലാം അവിടെ നമുക്ക് തിരിച്ചു കിട്ടും. നമുക്ക് കൈമോശം വരുന്നതെല്ലാം. അതാണ് ഈ തിരുക്കുടുംബം പഠിപ്പിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കുടുംബം എങ്ങനെ തിരുക്കുടുംബമാകും? അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ യേശുവിനെ കണ്ടെത്തുമ്പോൾ മറിയം പറയുന്നൊരു കാര്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. മറിയം പറഞ്ഞത് ഇതാണ്: ഞാനും നിൻ്റെ പിതാവും വ്യസനത്തോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, മറിയം എന്താ പറഞ്ഞത്? ഞാനും നിൻ്റെ പിതാവും. മറിയത്തിന് മാത്രം ഉറപ്പുള്ളൊരു കാര്യമുണ്ട്.
മറിയത്തിന് മാത്രം ഉറപ്പുള്ളൊരു കാര്യം, ജോസഫ് യേശുവിൻ്റെ അപ്പനല്ല. യേശുവിൻ്റെ അപ്പനല്ല ജോസഫ്. ഇത് ഈ ലോകത്താരേക്കാൾ ഉറപ്പുള്ളത് മറിയത്തിനാണ്. ആ മറിയം യേശുവിൻ്റെ മുമ്പിൽ വെച്ച് എന്താ പറഞ്ഞത്? ഞാൻ നിൻ്റെ അപ്പനും. മക്കളുടെ മുമ്പിൽ ജീവിത പങ്കാളിയെ താത്തിക്കെട്ടരുത്. മക്കളുടെ മുമ്പിൽ അപ്പനെ അമ്മയെ താത്തിക്കെട്ടരുത്. ഭർത്താവിനെ ഭാര്യ താത്തിക്കെട്ടരുത്. മക്കളുടെ മുമ്പിൽ വച്ച് ഭർത്താവിൻ്റെ കുറവുകൾ, ഭാര്യയുടെ കുറവുകൾ പറയരുത്. മക്കളോട് അപ്പൻ്റെ കുറവ് പറയരുത്. മക്കളോട് അമ്മയുടെ കുറവുകൾ പറയരുത്. അത് പഠിക്കണം ഈ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന്. ഇന്ന് മക്കളോട് വിളിച്ച് അപ്പൻ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ, മക്കളുടെ മുമ്പിൽ വെച്ച് അമ്മയെ താഴ്ത്തിക്കെട്ടുമ്പോൾ ഓർക്കണം, അവിടെ തകരുന്നത് കുടുംബമാണ്. അവിടെ നഷ്ടപ്പെടുന്നത് തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യമാണ്. ജോസഫിൻ്റെ മുമ്പിൽ വെച്ച്, യേശുവിൻ്റെ മുമ്പിൽ വെച്ച് ഞാനും നിൻ്റെ നോക്കാനേൽപ്പിച്ച വളർത്തുപിതാവായ ഔസപിതാവും എന്തോരം അങ്ങനെയല്ല പറഞ്ഞത്, ഞാനും നിൻ്റെ അപ്പനും എന്ന് വെച്ചാൽ മറിയം ജോസഫിനെ യേശുവിൻ്റെ അപ്പനായിട്ട് തന്നെ, യേശുവിൻ്റെ മുമ്പിൽ ജോസഫിനെ യേശുവിൻ്റെ അപ്പനായിട്ട് തന്നെ നിർത്തി. പക്ഷെ ഓർക്കുക, ഒരിക്കലും ജോസഫിനും അറിയാം ജോസഫ് അപ്പനല്ലെന്ന്. ജോസഫ് ഒരിക്കലും യേശുവിൻ്റെ അപ്പനാകാൻ പറ്റില്ലെന്നും. പക്ഷേ അവിടെ സംഭവിച്ച കാര്യം എന്താ? സംഭവിച്ച കാര്യം നമ്മൾ ഓർക്കണം. യേശുവിനോട് മറിയം പറയുന്ന സെന്റൻസ്, ഞാനും നിൻ്റെ അപ്പനും എന്ന് വെച്ചാൽ ഇതാ നിൻ്റെ അപ്പൻ എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് പോലും ഈ കുടുംബനാഥനെ താത്തിക്കെട്ടുന്നില്ല. മറിയം ആ കുടുംബനാഥനെ അംഗീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ വരുന്ന ഏറ്റവും വലിയ അപകടം മക്കളുടെ മുമ്പിൽ വച്ച് ഭർത്താവിനെ, ഭാര്യയെ, അപ്പനെ, അമ്മയെ താത്തിക്കെട്ടുന്നു. മക്കളുടെ മുമ്പിൽ വെച്ച് ജീവിത പങ്കാളിയുടെ കുറ്റം പറയുന്നു. മക്കളോട് ജീവിത പങ്കാളിയുടെ കുറ്റം പറയുന്നു. അങ്ങനെ പറയുന്നവരൊക്കെ ഒന്നെടുത്ത് ധ്യാനിക്കണം ഈ വചനം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മുമ്പിൽ മറിയം പറയുന്നുണ്ട്, ഇതാ അപ്പൻ, ഇതാ നമ്മുടെ കുടുംബനാഥൻ, ഇതാണ് നമ്മുടെ കുടുംബനാഥൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മറിയം മാത്രമല്ല. നമ്മളൊരു കാര്യം ഓർക്കണം, ഈ മംഗളവാർത്തയ്ക്ക് ശേഷം എപ്പോഴെങ്കിലും ഈ മറിയത്തിന് മാലാഖ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? ഇല്ല. പ്രത്യക്ഷപ്പെടുന്നത് മുഴുവനും ജോസഫിനാ. മാലാഖയ്ക്കും അറിയാം ആ കുടുംബത്തിൻ്റെ നാഥൻ ജോസഫാണ്. ഓർഡർ തെറ്റിക്കുന്നില്ല. മറിയമാണ് അമലോത്ഭവ, മറിയമാണ് പാപമില്ലാത്തവൾ. ജോസഫ് അമലോത്ഭവനല്ല, ജോസഫ് പാപമില്ലാത്തവനല്ല. മറിയമാണ് ദൈവത്തിൻ്റെ മണവാട്ടി, ജോസഫ് അങ്ങനെയല്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ മാലാഖ മംഗളവാർത്തയ്ക്ക് ശേഷം എല്ലാ സമയവും പ്രത്യക്ഷപ്പെടുന്നതും സന്ദേശം നൽകുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ജോസഫുമായിട്ടാണ്. കുടുംബനാഥനായിട്ട് അംഗീകരിക്കുക. സഭ ക്രിസ്തു സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ശിരസ്സാണെന്ന് പറയുമ്പോൾ അതെങ്ങനെയാകണമെന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ വരുന്നത്, ഈ ഒരു വചനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുടുംബങ്ങളിൽ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും വരാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. മക്കളുടെ മുമ്പിൽ ഒരു കാരണവശാലും ജീവിത പങ്കാളിയുടെ കുറവുകൾ നിരത്താതിരിക്കുക, പറയാതിരിക്കുക. അതാണ് തിരുക്കുടുംബമാകാനുള്ള വഴി. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് സമയം എങ്ങനെ തിരുക്കുടുംബം ഒരു കുടുംബത്തിന് മാതൃകയാകുന്നു, എങ്ങനെ ജോസഫ് എന്ന ഒരു മനുഷ്യൻ, ഒരു സാധാരണ തച്ചൻ നയിച്ച കുടുംബം എങ്ങനെ പ്രിയപ്പെട്ടവരെ എങ്ങനെ നമ്മുടെ കുടുംബങ്ങൾക്ക് മാതൃകയാകുന്നു എന്ന് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഇതാണ് നമ്മൾ ധ്യാനിച്ചത്. പ്രിയപ്പെട്ടവർ, അവർക്കൊരു പതിവുണ്ടായിരുന്നു. അവരാ പതിവ് തെറ്റിച്ചില്ല. കുടുംബത്തിൽ പാരമ്പര്യമായിട്ടും വിശ്വാസപരമായിട്ടും കൈമാറി വന്ന പതിവുകൾ നമ്മൾ അനുസരിക്കുന്നവരാവുക. 2, യേശുവിനെ കാണുന്നില്ല, അവർ കുറ്റപ്പെടുത്തുന്നില്ല, പരസ്പരം കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് അവർ ഒരുമിച്ച് ആ കുറവുകളെ നേരിടുന്നു, ആ പ്രശ്നത്തെ ഒരുമിച്ച് നിൽക്കുന്നു, കുറ്റപ്പെടുത്താതെ. 3, പ്രിയപ്പെട്ടവരെ, യേശു ഇല്ലാത്തത് അവർക്കൊരു ശൂന്യതയായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിനും യേശു ഇല്ലാത്തത്, കുടുംബ പ്രാർത്ഥന ഇല്ലാത്തത്, കുർബാന ഇല്ലാത്തത്, വചനവായന ഇല്ലാത്തത് ഒരു ശൂന്യതയായിട്ട് തോന്നണം. 4-ാമത്തെ കാര്യം ഇതാണ്, അവർ യേശുവിനെ കണ്ടെത്തുന്നത്, അവരവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത്
ദേവാലയത്തിലാണ്. 4-ാമത്തെ കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, ജോസഫിനെ മാതാവ് അംഗീകരിക്കുന്നു മകൻ്റെ മുമ്പിൽ. ഒരിക്കലും ജീവിത പങ്കാളിയെ മക്കളുടെ മുമ്പിൽ വെച്ച് കുറ്റപ്പെടുത്താതിരിക്കുക എന്ന് പഠിപ്പിക്കുന്നതും ഈ കുടുംബമാണ്. അതിനാൽ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും തിരുക്കുടുംബമാക്കാൻ ഈ ക്രമീകരണങ്ങൾ, ഈ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. നിൻ ജീവനിൻ പേർക്കായി തന്നതിനാ നീ എൻ്റെ സർവവും എല്ലാറ്റിലും. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. നിൻ ജീവനിൻ പേർക്കായി തന്നതിനാ നീ എൻ്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധനയിൽ നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു വചനം ഇതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 1 മുതൽ വചനങ്ങൾ. വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും, മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വവും കാർമലിൻ്റെയും ഷാരോൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും. അവ
കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും. ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവമായ കർത്താവ്, അവിടുത്തെ പ്രതിഫലവുമായി വന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അജ്ഞാതമായിരിക്കുകയില്ല. അപ്പോൾ മുടന്തന്മാർ കുതിച്ചു ചാടും, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനമുതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികളൊഴുകും. പ്രിയപ്പെട്ടവരെ, ഇതാ വചനം പറയുകയാണ്. കർത്താവിൻ്റെ മഹത്വം ജീവിതത്തിൻ്റെ മേലിറങ്ങുമ്പോൾ, കർത്താവ് ജീവിതത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? മരുഭൂമിയിൽ നദികളൊഴുകും. ഇതാ വരണ്ട നിലങ്ങളിൽ ഇതാ പുഷ്പങ്ങൾ പൂവണിയും. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പറയുകയാണ്, ദുർബലമായ കരങ്ങളെ ശക്തിപ്പെടുത്തുക, ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുക. ഇതാ കർത്താവ് വരുന്നു, അവിടുന്ന് തൻ്റെ പ്രതിഫലം നൽകി നമ്മളെ അനുഗ്രഹിക്കും. യേശുവേ, ഈ വചനത്തിൽ അനേകം കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെട്ടിരിക്കുന്ന, അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന, പല കാര്യത്തെയോർത്ത് ദുഃഖിച്ചിരിക്കുന്ന, ജീവിതത്തിൽ ഒരു നന്മയും കാണാൻ സാധിക്കാതെ നിൽക്കുന്ന, എപ്പോഴും ജീവിതത്തിൽ രോഗങ്ങൾ, എപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ, എപ്പോഴും ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ, ഇങ്ങനെ ചിന്തിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരുപാട് മക്കൾ, യേശുവേ, അവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശയ്യ 35:1-8 വരെയുള്ള വചനങ്ങളുടെ അഭിഷേകം ഇപ്പോൾ അനേകം കുടുംബങ്ങളുടെ മേൽ ഇറങ്ങാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ മേൽ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന, ജീവിതത്തിൽ ഒരുപാട് ആകുലതയും ദുഃഖവുമായി നിൽക്കുന്ന, മരുഭൂമിയിൽ നിൽക്കുന്ന, വരണ്ട് നിൽക്കുന്ന ഒരുപാട് കുടുംബ ബന്ധങ്ങളെ, കുടുംബ ജീവിത സാഹചര്യങ്ങളെ യേശുവേ ഇപ്പോൾ നിന്റെ മഹത്വം ഇറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി ഈ വചനത്തിൻ്റെ അഭിഷേകം അനേകം കുടുംബങ്ങളിലേക്ക്, അനേകം വ്യക്തികളിലേക്ക്, അനേകം സാഹചര്യങ്ങളിലേക്ക് യേശുവേ നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കൂട്ടിനയാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും, കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും, കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. തന്നുള്ള കൈയിൽ വരച്ചവൻ നിന്റെ കൂടെ
വസിക്കും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കൂടുള്ള സ്നേഹമേ ആരാധന. യേശുവേ യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 ആരാധന. നമുക്ക് ഈശോയുടെ മുമ്പിൽ ഏറ്റവും ഭക്തിയോടെ ആയിരിക്കാം. നമ്മൾ തിരുവചനത്തിൽ വായിക്കുകയായിരുന്നു, ആണ്ടുതോറും അവർ ദേവാലയത്തിൽ പോയിരുന്നു. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ അവർ പതിവനുസരിച്ച് ദേവാലയത്തിൽ പോയി. പ്രിയപ്പെട്ടവരെ, യേശു അവരുടെ കൂടെയുണ്ട്, ദൈവപുത്രൻ കൂടെയുണ്ട്. പക്ഷേ അവര് ദൈവകാര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്നില്ല. അവർക്ക് ദേവാലയത്തിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം പല പതിവുകൾ നഷ്ടപ്പെടുന്നു. അതിനാൽ യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷ കണ്ടത് ദൈവം പാരമ്പര്യത്തിലൂടെയും വിശ്വാസത്തിലൂടെയും കൈമാറിയ പതിവുകൾ, ആ പതിവുകളിൽ വിശ്വസ്തത കാണിച്ച കുടുംബത്തിലാണ് രക്ഷ വന്നത്. നമ്മൾ എന്ത് വിശ്വസ്തത കാണിക്കുന്നു? പാരമ്പര്യത്തിലൂടെ, വിശ്വാസത്തിലൂടെ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ കൈമാറിക്കിട്ടിയ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിൽ തലമുറകൾ വഴിയായി, പാരമ്പര്യം വഴിയായി, വിശ്വാസം വഴിയായി കൈമാറിക്കിട്ടിയ ചില കാര്യങ്ങളോട് നമുക്ക് വിശ്വസ്തതയുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ യൗസേപ്പിതാവിനെയും പരിശുദ്ധ അമ്മയെയും കാണുമ്പോൾ വചനം പറയുന്നു, യേശു നഷ്ടപ്പെട്ടു, യേശുവിനെ കാണുന്നില്ല. യേശുവിനെ കാണാതെ വരുമ്പോൾ അവിടെ ജോസഫ് മറിയത്തെ കുറ്റപ്പെടുത്തുകയല്ല, മറിയം ജോസഫിനെ കുറ്റപ്പെടുത്തുകയല്ല. രണ്ടുപേരുടെയും ഭാഗത്ത് കുറവുകൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ജോസഫ് ചിന്തിച്ചു മറിയത്തോടൊപ്പം കാണും, മറിയം ചിന്തിച്ചു ജോസഫിനോടൊപ്പം കാണും. പക്ഷേ അവർ കുറ്റപ്പെടുത്തിയില്ല. നമ്മുടെ കുടുംബത്തിൽ 1-2 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നു. നമ്മുടെ കുടുംബത്തിൽ നല്ല പതിവുകൾ ശീലമാക്കണം. 2, ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ, ഒരു ചെറിയ അസ്വസ്ഥത വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, കുറ്റപ്പെടുത്തുക എന്നത്, മറ്റുള്ളവരുടെ മേൽ ആരോപണം ചൊരിയുക എന്നത്, അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന ഒന്നല്ല. അവർ കുറ്റപ്പെടുത്തിയില്ല. വീണ്ടും നമ്മൾ കാണുന്നു, യേശു ഇല്ലാത്തത് അവർക്ക് വലിയ ഒരു ശൂന്യത നൽകി. അവർ വ്യസനത്തോടെ അന്വേഷിച്ചു എന്നാണ് പറയുന്നത്. യേശുവില്ലാത്തത് ശൂന്യത നൽകി. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ, ജോസഫിനും മറിയത്തിനും ചിന്തിക്കാം,
യേശു ദൈവപുത്രനാണ്, പൂർണ്ണ ദൈവമാണ് യേശു. യേശുവിന് അവരുടെ സാന്നിധ്യം ആവശ്യമില്ല. യേശുവിന് ജോസഫിൻ്റെ മറിയത്തിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല. കാരണം യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ജോസഫ്, മേരി എന്നവരുടെ സംരക്ഷണം യേശുവിന് ആവശ്യമില്ല. എന്നാൽ അവർക്ക് വ്യസനമുണ്ടായി, അവർക്ക് ശൂന്യത അനുഭവപ്പെട്ടു യേശുവില്ലാത്തത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, നമ്മൾ കുർബാനയിൽ പങ്കെടുക്കാത്തത് കൊണ്ട്, നമ്മൾ വചനം വായിക്കാത്തത് കൊണ്ട് വചനത്തിന് കുറവ് വരുന്നില്ല, കുർബാനയ്ക്ക് കുറവ് വരുന്നില്ല, യേശുവിന് കുറവ് വരുന്നില്ല. എന്നാൽ നമുക്ക് ഈ ശൂന്യതയുണ്ടോ? യേശു ഇല്ലാത്തൊരു ശൂന്യത നമുക്കുണ്ടോ? ഒരു ദിവസം വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങുമ്പോൾ എന്തോ ഒരു ശൂന്യത, എന്തോ നഷ്ടപ്പെട്ടൊരനുഭവം. ഒരു ദിവസം കുർബാനയ്ക്ക് പോകാതിരിക്കുമ്പോൾ, ഒരു ദിവസം കുർബാന സ്വീകരിക്കാതിരിക്കുമ്പോൾ, ഒരു ഞായറാഴ്ച കുർബാന മുടങ്ങുമ്പോൾ എനിക്കൊരു ശൂന്യത അനുഭവിക്കുന്നുണ്ടോ? ഒരു ദിവസം വചനം വായിക്കാതിരിക്കുമ്പോൾ എനിക്കൊരു ശൂന്യതയുണ്ടോ? പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. യേശു നമ്മുടെ കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, ജോലി മേഖലകളിൽ നഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ യേശു നഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ നമുക്ക് ശൂന്യതയുടെ സ്ഥലങ്ങളായിട്ട് മാറുന്നുണ്ടോ? നമുക്കൊരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം എന്നും യേശുവിന് ഇടം കൊടുക്കുന്ന, യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന കുടുംബമാകണം. യേശു പറഞ്ഞു, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി മുതൽ നമ്മൾ കാണുന്നത് മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാ ദിവസവും സായാഹ്നത്തിൽ മനുഷ്യനോടൊപ്പം നടക്കുന്ന ദൈവം. പുറപ്പാടിൽ മോശയോട് പറയുന്നു, നിന്റെ കൂടെ ഞാൻ വരുന്നു. നിയമാവർത്തന പുസ്തകത്തിലും ലേവ്യരുടെ പുസ്തകത്തിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരപ്പൻ ഒരു കുഞ്ഞിനെ നടത്തുന്നത് പോലെ ഇതാ ദൈവം നടത്തുന്നു. പ്രവാചകന്മാരിലൂടെ ദൈവം മനുഷ്യൻ്റെ ഒപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നു. രാജാക്കന്മാരിലൂടെ ദൈവത്തിൻ്റെ ഭരണം മനുഷ്യൻ്റെ മേൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിലെത്തുമ്പോൾ ഇതാ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവലായിട്ട് അവൻ മാറുന്നു. ഇനി വെളിപാടിലെത്തുമ്പോൾ നമ്മൾ വായിക്കും, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടൊപ്പം. ബൈബിളിലെ ഓരോ താളുകളിലും വിരിയുന്ന ദൈവത്തിൻ്റെ മുഖം നമ്മുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മുഖമാണ്. നമ്മുടെ എല്ലാ മേഖലകളിലും, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, ഇതെല്ലാം നന്മയാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശുവിന് ഇടം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക. നമുക്കൊരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. ദൈവമേ, ഒരു നിമിഷം പോലും നിന്നെ നഷ്ടപ്പെടുത്താതിരിക്കാൻ കൃപ നൽകണമേ. എപ്പോഴും നിന്നെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ കൃപ നൽകണമേ. പ്രാർത്ഥിക്കുക. നാഥാ, കൂടെ വസിക്കണമേ. 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 യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ വരുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ പോരായ്മകൾ വരുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നിന്നെ മറന്നു പോകുന്നുണ്ട്. ഞങ്ങളുടെ ജീവിത വ്യഗ്രതയുടെ നടുവിൽ, ഞങ്ങളുടെ ജീവിതത്തിന് തിരക്കുകളുടെ നടുവിൽ ഈശോയെ, ഞങ്ങൾ നിന്നെ കാണാതെ പോകുന്നുണ്ട്. ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങൾ മറന്നു പോകുന്നുണ്ട്. എമ്മാവുസിലെ ശിഷ്യന്മാരെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ലോർഡ്,
സ്റ്റേ വിത്ത് അസ്. നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ കൂടെ വസിക്കണമേ, യേശുവേ നാഥാ കൂടെ വസിക്കണമേ, യേശുവേ നാഥാ കൂടെ വസിക്കണമേ, 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 നാഥാ കൂടെ വസിക്കണമേ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവേ നീ നഷ്ടപ്പെടുമ്പോൾ, യേശുവേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ലാതാകുമ്പോൾ, കുർബാന ഇല്ലാതാകുമ്പോൾ, വചനം വായന ഇല്ലാതാകുമ്പോൾ, യേശുവേ ഞങ്ങൾക്കതൊരു ശൂന്യതയായിട്ട് തോന്നുവാൻ, ഞങ്ങൾക്കൊരു അസ്വസ്ഥതയായിട്ട് തോന്നുവാൻ, ഞങ്ങൾ എത്രയും വേഗം യേശുവേ നിന്നോട് ചേർന്ന് നിൽക്കുവാൻ, യേശുവേ നീ നൽകിയൊരു വാഗ്ദാനമുണ്ട്, നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ വരും, ഞാൻ നിങ്ങളുടെ കൂടെ വരും. യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടിടങ്ങളിൽ ഞങ്ങൾ നിന്നെ മറന്നിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടിടങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ കഴിവിലും ഞങ്ങളുടെ ശക്തിയിലും ഞങ്ങളുടെ സാമർത്ഥ്യത്തിലും ആശ്രയിച്ചിട്ടുണ്ട്. യേശുവേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഞങ്ങളെക്കൊണ്ട് സാധ്യമാകുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ മറന്നിട്ടുണ്ട്. യേശുവേ എല്ലാം നിന്നോട് ചേർന്ന് ചെയ്യുവാൻ നീ ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചു. മൈ ഫാദർ ഈസ് ഓൾവേസ് വിത്ത് മീ. ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചതാണ്. യേശുവേ ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ, ഞങ്ങൾ ഒരാഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, ഞങ്ങളൊരു യാത്ര ചെയ്യുമ്പോൾ, അവിടെയെല്ലാം യേശുവേ നീ ഞങ്ങളുടെ കൂടെ നടക്കണമേ. ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ, യേശുവേ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. ഇരുൾ വീഴും വീതിയിൽ ഒളി തൂകും ദീപമായി നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ. ഒരു നിമിഷം നമുക്ക് കുർബാനയിൽ നമ്മളെ സമർപ്പിക്കാം. ഓരോ കുർബാനയും നമ്മളോട് പറയുന്നത് ഇതാ നിന്റെ നാവിൽ അലിയുന്നത് നിന്റെ ഓരോ രക്ത അണുക്കളിലേക്കും എത്തുവാൻ, ഓരോ രക്തധമനികളിലേക്കും എത്തുവാൻ, നിന്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും എത്തുവാൻ. ഇത് അത്രയും ഒന്നാകുന്ന ഒരു റിലേഷൻ ഇല്ല. ഇതാ മനുഷ്യൻ ഭക്ഷിക്കുന്നതായിട്ട് ദൈവം മാറുന്നു. യേശുവേ മോശയോട് നീ പറഞ്ഞു കൂടെ ഉണ്ടാകുമെന്ന്. ഇസ്രായേൽ ജനം വാഗ്ദാന പേടകത്തിൽ നിന്നെ കണ്ടു. എന്നാൽ കർത്താവേ നീ എൻ്റെ നാവിൽ അലിയുന്ന സ്നേഹമാണ്, നീ എൻ്റെ നാവിൽ എൻ്റെ ജീവിതത്തിൽ എത്തുന്ന സ്നേഹമാണ് ഞാൻ തിരിച്ചറിയുന്നു. നമ്മുടെ കുടുംബത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ഈശോയുടെ സാന്നിധ്യം അനേകം ഇടങ്ങളിൽ ഇറങ്ങാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആരെല്ലാം യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുവോ അവിടെയെല്ലാം യേശുവിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. രോഗക്കിടക്കയിലായിരിക്കുന്ന മക്കളുടെ അടുത്ത്, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന കുടുംബത്തിൻ്റെ അടുത്ത്, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബത്തിൻ്റെ അടുത്ത് യേശുവിൻ്റെ സാന്നിധ്യം ഇറങ്ങാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലൂക്ക 6:19 യേശു ഇറങ്ങി അവരുടെ അടുത്ത് വന്ന് നിന്നു. ഈശോ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും അടുത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിലും യേശു സാന്നിധ്യം ഇറങ്ങാൻ യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ രോഗിയുടെയും അടുത്ത്
ദൈവസാന്നിധ്യം ഇറങ്ങാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജോലി, ബിസിനസ്, പഠന മേഖലകളിൽ ദൈവസാന്നിധ്യം ഇറങ്ങാൻ യേശുവേ ഞങ്ങൾ ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. മുറിയുന്നൊരപ്പമാ ചൊരിയുന്ന ചോരയാ നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ. കുരിശിന്റെ പാതയിൽ തളരാതെ നീങ്ങുവാ നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ആശീർവദിച്ച പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.